എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പുതിയ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടി. 2 ആഴ്ച മുമ്പായിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് ഇത് കിട്ടിയത്. സ്പീഡ് പോസ്റ്റായിട്ടായിരുന്നു ഇത് കിട്ടിയത്. അപ്പോൾ ഇതിന് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നും പെഡ്ജി ഡ്രൈവിംഗ് ലൈസൻസ് എന്നും പറയും. ഒരുപാട് പ്രത്യേകതകളുള്ള ലൈസൻസാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ പ്രത്യേകതകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ലൈസൻസിന് അപേക്ഷ കൊടുക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷ നൽകുക. ഇപ്പോൾ 1 വർഷം വരെയാണ് കാലാവധി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരും അപേക്ഷ നൽകുക. എന്തായാലും ഈ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവരും എടുക്കണം. ആ ഒരു കാര്യത്തിലേക്ക് തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ ഫീസ് കുറവാണ്. 245 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് പോസ്റ്റായിട്ട് വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളതായിരുന്നു നോക്കിയിരുന്നത്. അപ്പം ആ വീഡിയോ കാണാത്തവർക്ക്, ഇതിന് അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അവിടെ പോയി നിങ്ങൾ ആ വീഡിയോ കണ്ട് ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈസൻസ് ഒന്ന് നോക്കാം. ഇത് ഞാൻ പൊട്ടിച്ചിട്ടുള്ളതാണ്. സ്പീഡ് പോസ്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതിനുള്ളിലാണ് കാർഡ്. ഇതാണ് ലൈസൻസ്, സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ്. ഈ പേപ്പർ നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സും ഒക്കെ എഴുതിയ ഒരു പേപ്പറാണ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് കാർഡ് ലൈസൻസ്. ആദ്യമേ തന്നെ പറയട്ടെ, നല്ല ഫ്ലെക്സിബിൾ ആണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനും, നല്ല കട്ടിയുള്ളതാണ്. ATM കാർഡിന്റെ അത്രയും വലുപ്പമേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് പെഡ്ജി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. PVC പെഡ്ജി ആണ്. പെഡ്ജി എന്ന് പറഞ്ഞാൽ പോളിത്തലീൻ ടെറാപ്തലേറ്റ് ഗ്ലൈക്കോൾ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ആ ഒരു PVC പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പെഡ്ജി കാർഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റന്റ് ആണ്. പിന്നെ ഇതിനകത്ത് കെമിക്കൽ, അതുപോലെ തന്നെ ആൽക്കഹോൾ, ഇതെല്ലാം റെസിസ്റ്റന്റ് ആണ്. അതൊന്നും വീണ് കഴിഞ്ഞാൽ ഇതിന്റെ ഡേറ്റാസ് ഒന്നും, ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒന്നും ഇതിന് കാർഡിന് ഒരു ഡാമേജും വരില്ല. മാത്രമല്ല ഇത് ഡ്യൂറബിൾ ആണ്, UV റെസിസ്റ്റന്റ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു പെഡ്ജി കാർഡിന്, അല്ലെങ്കിൽ ഈ ഒരു പെഡ്ജി മെറ്റീരിയൽ കാർഡിന് ഉള്ളത്. ഇനി ഈ ലൈസൻസിന് ഇവർ 7 സുരക്ഷാ മാനദണ്ഡങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൈസൻസിന് 7 സുരക്ഷാ മാനദണ്ഡങ്ങളാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ളത്. ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ഗില്ലേജ് പാറ്റേൺ ആണ്. നിങ്ങൾക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഒരു നേർത്ത ഒരു ലൈനിങ് ഇങ്ങനെ പോയേക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ നേർത്ത വരെയുള്ള ഈ പ്രിന്റിംഗ് ആണ് ഗില്ലേജ് പാറ്റേൺ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരം പാറ്റേണുകൾ, ഇത്തരം നേർത്ത ഈ പാറ്റേണുകൾ, ഈ പ്രിന്റിങ് മറ്റൊരാൾക്ക് വ്യാജമായി നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത് ഗില്ലേജ് പാറ്റേൺ ആണ്. അടുത്തതെന്ന് പറയുന്നത് ഈ സീരിയൽ നമ്പറാണ്. ഈ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പർ, ഇത് ഒരു ലൈസൻസിന്റെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറാണ്. മാത്രമല്ല ഇത് വെർട്ടിക്കൽ പ്രിന്റിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത് സീരിയൽ നമ്പറാണ്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇൻവിസിബിൾ UV ഇമേജ് ആണ്. ഇതൊരു പ്രത്യേക സെക്യൂരിറ്റി ഫീച്ചറാണ്. കേരള സ്റ്റേറ്റ് എംബ്ലവും അതുപോലെ തന്നെ MVDയുടെ ലോഗോയും 2 വശത്തായിട്ട് ഈ ഇൻവിസിബിൾ ഇങ്ക് കൊണ്ട് ലൈസൻസിന്റെ 2 വശത്തും പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഇത് UV ലൈറ്റിന്റെ വെളിച്ചത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഹോളോഗ്രാം ആണ്. 9 ലെയർ ഉള്ള ഒരു ഹോളോഗ്രാം ആണ്. ഇത് ഈ പഴയ ലൈസൻസിലാണ് ഇളക്കി മാറ്റാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് ഇളക്കി മാറ്റാൻ പറ്റുന്നതല്ല. ഇതാണ് 4ാമത്തെ സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് OVI ഇമേജ് ആണ്, ഒപ്റ്റിക്കൽ വേരിയബിൾ ഇമേജ്. ഈ കാണുന്ന ഇന്ത്യയുടെ മാപ്പ് ഒരു OVI ഇമേജ് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇതിങ്ങനെ ചലിക്കുന്ന സമയത്ത് ഇതിന്റെ കളർ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ OVI ഇമേജ്, ഒപ്റ്റിക്കൽ വേരിയബിൾ ഇമേജ്. അപ്പം അതാണ് അടുത്ത സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത്. 6ാമത്തെ സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത് ഇതാണ്, മൈക്രോ പ്രിന്റിംഗ് ആണ്. ഇത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൈക്രോ പ്രിന്റിംഗ് ആണ്. അപ്പോൾ ഈ മൈക്രോ പ്രിന്റിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒറിജിനൽ ലൈസൻസ് കൊണ്ട് ആരെങ്കിലും ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ ഈ പ്രിന്റിങ് അതിൽ വായിക്കാൻ കഴിയില്ല, അതിൽ തെളിയത്തില്ല. അപ്പോൾ അതാണ് ഈ മൈക്രോ പ്രിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത അവസാനമായി 7ാമത്തെ സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ഈ QR കോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിന്റെ മുഴുവൻ ഡേറ്റാസ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതാണ് QR കോഡിന്റെ പ്രത്യേകത. അപ്പം ഇങ്ങനെ 7 സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള വളരെ നല്ലൊരു ലൈസൻസാണ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ്. ഇവിടെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്ന ഫോട്ടോയും അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും ഒക്കെ പുതിയതായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ കാർഡിൽ നൽകിയിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറുണ്ട്. ഞാനിത് മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പുറത്തും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെയുണ്ട്. ഇത് മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ്. വളരെ നല്ലൊരു കാർഡാണ്, നല്ല ഫ്ലെക്സിബിൾ ആണ്, നല്ല ഡ്യൂറബിലിറ്റി ഉള്ളതാണ്. അപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇത് നേരത്തെ ആയിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് നമ്മുടെ കേരളത്തിലെല്ലാം വരുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഒടുവിൽ എത്തി.
അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇത് അപേക്ഷ നൽകുക. അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് അപേക്ഷ എത്രയും പെട്ടെന്ന് നമുക്ക് ഫോണിൽ കൂടെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. 245 രൂപ അടച്ചാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ വീട്ടിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാർഡ് സ്പീഡ് പോസ്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ അപേക്ഷ നൽകുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.